ഗുരുവായൂരപ്പൻ പൂവ് നൽകിയ ഭക്തയുടെ കഥ അറിയാമോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി എത്തുകയാണ്. അവൾ വലിയ ഗുരുവായൂരപ്പ ഭക്തയായിരുന്നു. ആദ്യമായാണ് ആ പെൺകുട്ടി ഗുരുവായൂരപ്പനെ കാണുവാനായി വരുന്നത്. കുറച്ച് അകലെ നിന്നുമാണ് വന്നിരുന്നത്. ആ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ക്ഷേത്രകാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ അറിവുകൾ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അവൾ ക്ഷേത്രത്തിൽ തൊഴുവാൻ ആ തിക്കിലും തിരക്കിനും ഇടയിൽ ഭഗവാനെ കൺകുളിർക്കെ കണ്ടു തൊഴുതു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കൊടിമര ചുവട്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ക്ഷേത്രം പരിസരത്തെല്ലാം നല്ല മഞ്ഞനിറമുള്ള ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലായി, ക്ഷേത്രത്തിൽ എന്തോ ഒരു പ്രത്യേക ദിവസമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കരിക്കുന്നതെന്ന്. ആ മഞ്ഞനിറമുള്ള ജമന്തി പൂക്കൾ കണ്ടപ്പോൾ ആ പെൺകുട്ടിക്കും ഒരു ആഗ്രഹം. കൃഷ്ണ ഗുരുവായൂരപ്പ, അതിൽ നിന്ന് കുറച്ചു പൂവ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു. ആ പൂക്കൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമായ ഒരാളെ അവൾ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് കുറച്ച് പൂവ് തരുമോ എന്ന്. അയ്യോ, ഇത് തരാൻ പറ്റില്ല. ഇത് ഗുരുവായൂരപ്പന് അലങ്കരിക്കുന്ന പൂവാണ്. അതിൽ നിന്ന് ആർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അവൾക്ക് തോന്നി, ഭഗവാനെ, ഞാൻ ചോദിച്ചത് തെറ്റാണോ? എന്നോട് പൊറുക്കേണമേ. ആ പൂക്കൾ കണ്ടപ്പോൾ അതിൽ നിന്ന് കുറച്ചു വേണമെന്ന് ആഗ്രഹിച്ചുപോയി. അത് ഭഗവാനുള്ള പൂക്കൾ തന്നെയാണ്. ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ കൃഷ്ണ. അങ്ങനെ ആ പ്രായമുള്ള ആൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ പൂക്കളിന്റെ ഒരു ചെറിയ കഷ്ണം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണു. പെട്ടെന്ന് ഒരു ചെറിയ ബാലൻ അതുവഴി നടന്നുവന്ന് ആ താഴെ വീണ പൂക്കളിൽ ചവിട്ടുകയും ചെയ്തു. പെട്ടെന്ന് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം ആ പൂക്കൾ കയ്യിലെടുത്തിട്ട് ആ പെൺകുട്ടിയെ നോക്കി. അപ്പോൾ ആ പെൺകുട്ടി അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൾ ചോദിച്ചത് ഭഗവാൻ കേട്ടിരിക്കുന്നു. ഭഗവാൻ കേൾക്കാതെ ഇങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല. ആ പൂക്കൾ ഭഗവാൻ മോൾക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞ് ആ താഴെ വീണ പൂക്കൾ അദ്ദേഹം ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ആ ചെറിയ കുട്ടിയെ നോക്കി. അപ്പോൾ അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചു. പെട്ടെന്ന് ആ കുട്ടിയെ കാണാതെ ആകുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് മനസ്സിലായി, അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ആയിരുന്നു.